ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ വീഡിയോ. അങ്ങനെ ട്രിവാൻഡ്രത്തേക്കുള്ള ഫ്ലൈറ്റ് എത്തി. നമുക്ക് പോകാനുള്ള സമയമായി. എല്ലാം മുമ്പത്തതിനേക്കാളും വ്യത്യസ്തമായിട്ടാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ട്രിപ്പിൽ ഞങ്ങൾ എല്ലാവരും താഴെ കൂടിയാണ് പോയത്. എയർപോർട്ടിന്റെ തന്നെ ബസ് ഉണ്ടായിരുന്നില്ല, അതിൽ കയറി ഞങ്ങൾ നേരെ വിമാനത്തിന്റെ അടുത്തേക്ക് എത്തിയതാണ്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഞങ്ങൾ മുകളിൽ കയറി ബ്രിഡ്ജ് വഴി നേരെ ഫ്ലൈറ്റിനകത്തേക്ക് കയറുകയാണ്. എയർ ഇന്ത്യ എന്നത് കൂടാതെ തന്നെ ഇത് വലിയൊരു പ്ലെയിൻ കൂടിയാണ്. കഴിഞ്ഞ പ്രാവശ്യം പോയത് ഇന്ത്യയുടെ ചെറിയ വിമാനത്തിലായതുകൊണ്ടാണ് എയർപോർട്ടിന്റെ ബസ്സിൽ കയറി നേരെ വിമാനത്തിന്റെ അടുത്തേക്ക് പോകേണ്ടി വന്നത്. അത് എന്റെ മുമ്പത്തെ കണ്ണൂരിൽ നിന്നും കൊച്ചിയിലേക്കുള്ള യാത്രാ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായി കാണുമല്ലോ. ലഗേജും സാധനങ്ങളും സ്റ്റിക്കർ ഒട്ടിച്ച് ഒരു ഭാഗത്തേക്ക് അയച്ചിട്ടുണ്ട്. ഇനി ട്രിവാൻഡ്രം എയർപോർട്ടിലേക്ക് എത്തിയിട്ട് വേണം അതൊക്കെ എനിക്ക് കയ്യിലേക്ക് കിട്ടാൻ. അങ്ങനെ ബ്രിഡ്ജിലൂടെ നടന്ന് പ്ലെയിനിന്റെ അടുത്തേക്ക് എത്താനായി. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ഇതുപോലെ ബ്രിഡ്ജിലൂടെ നടന്ന് പ്ലെയിനകത്തേക്ക് കയറുന്ന വിചാരിച്ചത്. പക്ഷേ അതിന് വിപരീതമായിട്ടാണ് കാര്യങ്ങൾ നടന്നത്. എന്നാൽ ഇപ്പോൾ അത് നടന്നു. ഞാൻ കൃതാർത്ഥനായി. സീറ്റുകളൊക്കെ വെറുതെ ഒഴിഞ്ഞെടുക്കുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നും വേഗം ചാടി കയറി നമുക്ക് ആ വിൻഡോ സീറ്റ് അങ്ങ് പിടിച്ചടക്കേക്കാം. പക്ഷെ അത് നടക്കില്ല മക്കളെ. നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന സീറ്റ് നമ്പറിലല്ലാതെ വേറൊരു സീറ്റിൽ കയറിയിരിക്കാൻ നമുക്ക് പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇന്ത്യയിൽ യാത്ര ചെയ്തിരുന്നപ്പോൾ വിൻഡോ സീറ്റിൽ തന്നെയായിരുന്നു ഞാൻ ഇരുന്നത്. പക്ഷേ ആ വിൻഡോ സീറ്റ് എനിക്ക് അനുവദിച്ചിട്ടുള്ള നമ്പർ പ്രകാരം അല്ലാതിരുന്നിട്ടും അവിടുത്തെ എയർ ഹോസ്റ്റസ് അത്ര പ്രശ്നമാക്കിയില്ല. ഞാൻ ഊഹിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടന്നു. ഈ പ്രാവശ്യം എനിക്ക് വിൻഡോ സീറ്റ് കിട്ടിയില്ല. ഞാൻ അവിടെ ചെന്നിരുന്നെങ്കിലും ആ സീറ്റിന്റെ നമ്പറുള്ള ആൾ വന്നിരുന്നു. എയർ ഹോസ്റ്റസിന്റെ നിർബന്ധ പ്രകാരം എനിക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് മാറിയിരിക്കേണ്ടി വന്നു. വേറെ എന്ത് ചെയ്യാൻ? ഇത് പ്ലെയിൻ അല്ലേ. ബസ്സിലേതുപോലെ ഞാനാണ് ആദ്യം വന്നിരുന്നത്. ഇത് എന്റെ സീറ്റാണെന്ന് പറഞ്ഞ് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ 1 മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് എത്തി. ഫ്ലൈറ്റ് തിരുവനന്തപുരത്തെ എയർപോർട്ടിലെ റൺവേയിലേക്ക് ഇറക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. 7 മണിക്ക് കണ്ണൂർ എയർപോർട്ടിൽ നിന്നും പുറപ്പെട്ട ഞങ്ങൾ ഏകദേശം 8 മണിയാകുമ്പോഴേക്കും തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് എത്തി. കൃത്യമായി 1 മണിക്കൂറിനുള്ളിൽ ഒതുങ്ങുന്ന വിധത്തിലായിരുന്നു വിമാനയാത്ര.